കൂർമാവതാരം. പണ്ട് ദുർവാസാവ് മഹർഷി ഭാരതഖണ്ഡം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ വിദ്യാധര സുന്ദരികൾ അദ്ദേഹത്തിന് ദിവ്യഹാരം സമ്മാനമായി സമർപ്പിച്ചു. ദുർവാസാവ് മഹർഷി ചിന്തിച്ചു, ഒരു തപോധനായ ഞാൻ ഈ ദിവ്യമായ ഹാരം ധരിച്ച് ആനന്ദിക്കാൻ അർഹനല്ല. അതിന് യോഗ്യനായ ആർക്കെങ്കിലും ഇത് കൊടുക്കുകയാണ് ഉചിതം. ആരാണിതിന് യോഗ്യൻ? മാധവനോ, മഹാദേവനോ, ബ്രഹ്മദേവനോ, അതോ ദേവേന്ദ്രാദി ദിക്പാല വീരന്മാരോ? അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രനെ കണ്ട് ദുർവാസാവ് മഹർഷി അത്യധികം പ്രസന്നനായി. ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് മാല സമർപ്പിച്ചു. മാല സ്വീകരിച്ച ദേവേന്ദ്രൻ അല്പം മുൻപോട്ട് നീങ്ങിയപ്പോൾ ഈ ദിവ്യഹാരത്തെ മുടിയിൽ ചൂടണമെന്ന് ആശിച്ചുകൊണ്ട് ഹാരത്തെ എടുത്ത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചിട്ട് മുടിക്കെട്ടഴിച്ചു. അപ്പോൾ ദിവ്യഹാരത്തിന്റെ ഗന്ധത്താൽ വണ്ടുകളും ഷഡ്പദങ്ങളും ഹാരത്തിനു ചുറ്റും കൂടി. അതിന്റെ ഉപദ്രവം സഹിക്കാതെ ഐരാവതം ഹാരമെടുത്ത് താഴെയിട്ട് ചവിട്ടി. ഇന്ദ്രദേവൻ സ്തബ്ധനായി കണ്ടു നിൽക്കെ ദുർവാസാവ് മഹർഷി അത്യധികം കോപത്തോടെ ദേവേന്ദ്രനെ ശപിച്ചു. ഇത്രയും ദിവ്യമായ ഹാരത്തെ ധരിക്കാൻ നീയാണ് ഉചിതനെന്ന് കരുതി. പക്ഷേ എന്നെയും ഞാൻ നൽകിയ ദിവ്യഹാരത്തെയും നീ ബഹുമാനിച്ചില്ല. അതിനാൽ നീയും ദേവഗണങ്ങളും ജരാനര പൂണ്ടവരായി തീരട്ടെ. ദേവേന്ദ്രൻ കേണപേക്ഷിച്ചു, മഹാമുനി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു അപരാധവും ചെയ്തിട്ടില്ല. ഈ ദിവ്യഹാരത്തെ മുടിയിൽ ചൂടണമെന്ന് ആഗ്രഹിച്ച് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ച് മുടി അഴിച്ചു കുടഞ്ഞ് കെട്ടാൻ തുനിഞ്ഞപ്പോൾ വണ്ടുകളും ഷഡ്പദങ്ങളും ഹാരത്തിന് ചുറ്റും കൂടിയപ്പോൾ ഐരാവതം ഇങ്ങനെ ചെയ്തതിൽ എന്റെ അപരാധം എന്താണ് മഹാമുനി? ഇത് കേട്ട് രോഷമടങ്ങിയ ദുർവാസാവ് ശാപമോക്ഷത്തിനുള്ള മാർഗം നിർദ്ദേശിച്ചു. പാലാഴി കടഞ്ഞ അമൃതം സേവിച്ചാൽ ജരാനരകളകന്ന് യൗവനം വന്നു ചേരും. ജരാനര പൂണ്ട് ദേവലോകത്തെത്തിച്ചേർന്ന ദേവേന്ദ്രൻ ജരാനര പൂണ്ട ദേവഗണങ്ങളോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും കൂടി ബ്രഹ്മദേവനെ സമീപിക്കുകയും ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവഗണങ്ങളും കൂടി ഭഗവാൻ പരമശിവനെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. ഈ സങ്കടത്തിന് നിവർത്തി വരുത്തുവാൻ ഭഗവാൻ നാരായണനാണ് ഉചിതൻ എന്ന് പറഞ്ഞ പരമശിവൻ അവരോടുകൂടെ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചു. വിഷ്ണു ഭഗവാൻ മന്ദസ്മിതത്തോടെ അരുളി ചെയ്തു, ദേവന്മാരെ, പാലാഴി മഥനം ദേവന്മാരാൽ മാത്രം സാധ്യമാവുന്നതല്ല. അതിന് അസുരന്മാരുടെ സഹായം തേടേണ്ടതുണ്ട്. അമൃതം ലഭിക്കാനുള്ള ഇച്ഛയിൽ അവർ നമ്മെ സഹായിക്കും. മന്ദരപർവ്വതത്തെ കടകോലാക്കിയും നാഗശ്രേഷ്ഠനായ വാസുകിയെ കയറാക്കിയും പാലാഴിയെ കടഞ്ഞെടുക്കാം. അത് കേട്ട് പരമശിവൻ തന്റെ ഭൂതഗണങ്ങളെ വിട്ട് അസുരന്മാരെ വരുത്തിച്ചു. അനന്തൻ തന്റെ ഫണത്തിന്മേൽ മന്ദരപർവ്വതം കൊണ്ടുവന്നു. വിഷ്ണുവാഹനമായ ഗരുഡൻ ഗർഭത്തോടുകൂടി വാസുകിയെ കൊത്തിക്കൊണ്ടുവരാൻ ഒരു വിഫല ശ്രമം നടത്തി. ഭഗവാൻ തന്റെ മനസ്സുകൊണ്ട് വാസുകിയെ ക്ഷണിച്ചപ്പോൾ തന്നെ വാസുകി തൽക്ഷണം അവിടെ എത്തിച്ചേർന്നു. അഹങ്കാരികളായ അസുരന്മാർ വാസുകിയുടെ ശിരോഭാഗം പിടിക്കാൻ വേണ്ടി വാശി പിടിച്ചു. വിഷ്ണു ഭഗവാന്റെ ആജ്ഞപ്രകാരം ദേവന്മാർ വാൽഭാഗം പിടിച്ചു. അങ്ങനെ പാലാഴി മഥനം തുടങ്ങി. വാസുകിയുടെ ശിരോഭാഗം പിടിച്ചിരുന്ന അസുരന്മാർ വാസുകിയുടെ വായിൽ നിന്ന് വന്ന വിഷവായു ശ്വസിച്ച് ക്ഷീണിതരായിക്കൊണ്ടിരുന്നു. എന്നാൽ ദേവന്മാർക്ക് ക്ഷീണമൊന്നും ഉണ്ടായില്ല. സംവത്സരങ്ങളോളം നീണ്ടുനിന്ന പാലാഴി മഥനത്തിൽ വാസുകിയുടെ പിടിവിട്ട് മന്ദരപർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി. ആ സമയം ഭഗവാൻ കൂർമ്മമായി അവതരിച്ച് മന്ദരപർവ്വതത്തെ തന്റെ പുറത്ത് ഉയർത്തിയെടുത്തു നിന്നു. വീണ്ടും പാലാഴി മഥനം സുഗമമായി പുനരാരംഭിച്ചു. മഥനത്തിന്റെ ശക്തിയിൽ ക്ഷീണിതനായ വാസുകി കാളകൂടം എന്ന വിഷം ഛർദ്ദിച്ചു. അത് ഭൂമിയിൽ പതിച്ചാൽ സർവ്വജീവജാലങ്ങൾക്കും ആപത്താകുമെന്ന് കണ്ട് ശിവഭഗവാൻ അതിനെ എടുത്ത് വിഴുങ്ങാൻ ശ്രമിച്ചു. അതുകണ്ട പാർവതീദേവി ദേവന് ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന് താഴേക്കിറങ്ങാതിരിക്കാൻ കണ്ടത്തിൽ മുറുകെ പിടിച്ചു. പുറത്തേക്ക് വന്നാലോ എന്ന് ഭയന്ന് വിഷ്ണു ഭഗവാനാകട്ടെ ഭഗവാൻ പരമശിവന്റെ വായും പൊത്തിപ്പിടിച്ചു. അങ്ങനെ വിഷം അകത്തേക്കും പുറത്തേക്കും പോകാതെ ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി. അങ്ങനെ ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. വിഷം ഛർദ്ദിച്ചതോടെ ക്ഷീണമകന്ന വാസുകിയെ ഉപയോഗിച്ച് വീണ്ടും പാലാഴി മഥനം ആരംഭിച്ചു. അപ്പോൾ അതിൽ നിന്നും പല ദിവ്യ വസ്തുക്കളും ഉയർന്നു വന്നു. പിന്നീട് അമൃത കുംഭവുമേന്തി ധന്വന്തരി മൂർത്തിയാണ് വന്നത്. ഇത് ആദ്യം കണ്ട അസുരന്മാർ അമൃതം തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു.
പിന്നീട് അവർ സ്നാനം ചെയ്തു വന്ന ശേഷം ശുദ്ധമായ സ്ഥലത്ത് ചെന്ന് ദർഭ വിരിച്ച് അമൃത് ഭക്ഷിക്കാനിരുന്നു. അപ്പോൾ അമൃത് ആര് വിളമ്പണമെന്ന് തർക്കമായി. ദേവന്മാരാകട്ടെ അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞിട്ട് അമൃത് നഷ്ടപ്പെട്ട ദുഃഖം സഹിക്കാതെ ഇരിക്കുകയായിരുന്നു. അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അസുരന്മാരുടെ ഇടയിലേക്ക് ചെന്നു. അവളുടെ രൂപലാവണ്യത്തിൽ മയങ്ങിപ്പോയ അസുരന്മാർ അമൃത് വിളമ്പാൻ അവളെ ഏൽപ്പിച്ചു. അസുരന്മാർ ചോദിച്ചു, നീ ആരാണ്? ഞാൻ പാലാഴിയിൽ നിന്നും ധന്വന്തരി മൂർത്തിയുടെ അനുജത്തിയായി പിറന്നതാണ്. ഞാനൊരു യോഗ്യനായ ഭർത്താവിനെ തേടി നടക്കുകയാണ്. അസുരന്മാർ അവളോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് അമൃത് വിളമ്പി തരിക. അതിനുശേഷം ഞങ്ങളിൽ ഒരുവനെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കാം. പക്ഷേ നിങ്ങളുടെ ദൃഷ്ടി ഏൽക്കുമ്പോൾ അത്യധികം ലജ്ജ എന്നിൽ ഉണരുകയാണ്. അതിനാൽ അമൃത് വിളമ്പിക്കഴിഞ്ഞ് ഞാൻ പറയും വരെ നിങ്ങൾ മിഴികൾ പൂട്ടിയിരിക്കുക. അസുരന്മാർ അത് അനുസരിച്ച് മിഴികൾ പൂട്ടിയിരുന്നു. ആ സമയം മോഹിനി അമൃതമായി കടന്നു കളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി കണ്ണു തുറന്നു നോക്കുകയും അമൃതം നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ ഒരസുരൻ വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ കുറച്ച് അമൃത് തരണമേ എന്ന് ദേവന്മാരോട് യാചിച്ചു. ദയ തോന്നിയ ദേവന്മാർ അവന് കുറച്ച് അമൃത് വിളമ്പി. അപ്പോൾ സൂര്യചന്ദ്രന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ ബ്രാഹ്മണനല്ല, വേഷം മാറി വന്ന അസുരനാണ്. അതുകേട്ട അസുരൻ സർപ്പാകൃതി പൂണ്ട് ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശനം കൊണ്ട് അവന്റെ ശിരസും ഉടലും രണ്ടാക്കി. എന്നാൽ അമൃത് സേവിച്ച് അവൻ മരിച്ചില്ല. ശിരസ് രാഹുവും ഉടൽ കേതുവുമായി മാറി. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.